മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ഫ്രഷ് ട്രിഗറുകളുടെ അഭാവത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 25,000 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ Q4 GDP ഗ്രോത്ത് ഡേറ്റയും മൺസൂൺ ഡേറ്റയും കൂടി വരുന്നതോടുകൂടി മാർക്കറ്റ് 25,000 എന്ന ലെവൽ മറികടക്കുമെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. 2025 ഇന്ത്യയിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാളും ഉയർന്ന രീതിയിലുള്ള മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് IMD റീസെൻ്റ്ലി പുറത്തുവിട്ട റിപ്പോർട്ടിലും പറയുന്നു. മെയ് 24 മുതൽ ഇന്ത്യയിൽ ഒഫീഷ്യലി മൺസൂൺ എത്തിക്കഴിഞ്ഞു. സാധാരണഗതിയിൽ ജൂൺ 1 മൺസൂൺ വരുന്നത്. ഇപ്രാവശ്യം മൺസൂൺ ഷെഡ്യൂൾ ചെയ്തതിനേക്കാളും 8 ദിവസം മുമ്പേ വന്നിരിക്കുന്നത് ഇന്ത്യൻ എക്കോണമിയിൽ ഒരു ഉത്തേജനത്തിന് പിന്നിലെ പ്രധാന കാരണമാകുമെന്നാണ് അനലിസ്റ്റുകളും പറയുന്നത്. 1950 ശേഷം ആദ്യമായാണ് മുംബൈയിൽ ഷെഡ്യൂൾ ചെയ്തതിനേക്കാളും മുമ്പേ മൺസൂൺ എത്തിയിരിക്കുന്നത്. ഇത് കാർഷിക മേഖലയ്ക്ക് ഒരു ഉണർവ് നൽകിയേക്കും. കാരണം ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ 18% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറിലാണ്. ഇന്ത്യക്ക് ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ 75% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മൺസൂൺ കാലയളവിലാണ്. അതുകൊണ്ട് കാർഷിക ഉൽപ്പാദനം, ജലസംഭരണി, പണപ്പെരുപ്പം, ഉപഭോഗം പോലുള്ള അതായത് കൺസ്യൂമർ വാട്ടർ സ്റ്റോറേജ് പോലുള്ള സെക്ടറിലെയൊക്കെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് മൺസൂണിൻ്റെ വരവ് നിർണായകമായ ഒരു ഫാക്ടറാണ്. കൂടാതെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ മേഖലയിലെ ഡിമാൻഡ് അല്ലെങ്കിൽ റൂറൽ ഡിമാൻഡ് ഉയർത്തുന്നതിനും ഫെർട്ടിലൈസർ, ട്രാക്ടറുകൾ, 2 വീലേഴ്സ്, FMCG തുടങ്ങിയ സെക്ടറുകളിലെ സെയിൽസ് വർദ്ധിക്കുന്നതിനും ഇത് പ്രധാന ഫാക്ടറായി പ്രവർത്തിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ RBI വരുന്ന വർഷത്തിൽ അതായത് 2025 50 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തയും മാർക്കറ്റിൽ ഒരു ട്രിഗറായി അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ ഓട്ടോ, റൂറൽ ഏരിയയെ കേന്ദ്രീകരിച്ചുള്ള ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ, ഫെർട്ടിലൈസർ സെക്ടറിലെ സ്റ്റോക്കുകളെയൊക്കെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ മൺസൂണുമായി ബന്ധപ്പെട്ട് ഓട്ടോമൊബൈൽ സെക്ടറിൽ ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും സജസ്റ്റ് ചെയ്യുന്നത് ഹീറോ മോട്ടോർ കോർപ്പ് എന്ന സ്റ്റോക്കിനെയാണ്. കൂടാതെ ഫിനാൻസ് സെക്ടറിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ പോലുള്ള കമ്പനികൾക്ക് റൂറൽ ഏരിയയിൽ വളരെയധികം പ്രധാനമുള്ളതുകൊണ്ട് ഈ കമ്പനികളും വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. കൂടാതെ മൺസൂണുമായി ബന്ധപ്പെട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള FMCG സെക്ടറിലെ ഒരു സ്റ്റോക്ക് ITC എന്ന സ്റ്റോക്കാണ്. ക്രെഡിറ്റ് ഡിമാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകളിലും മികച്ച പെർഫോമൻസ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് ഇപ്രാവശ്യത്തെ മൺസൂണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൺസൂൺ തീമുമായി ബന്ധപ്പെട്ട് മികച്ച റിട്ടേൺ തരാൻ സാധ്യതയുള്ള 3 സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. സ്റ്റോക്ക് PA ഇൻഡസ്ട്രീസ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 1.8% ഉയർന്ന് 3,750 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്കിലോ 2,950, 52 വീക്ക് ഹൈ 4,804. PA ഇൻഡസ്ട്രീസ് ആഗ്രോ കെമിക്കൽ സെക്ടറിലെ ഒരു ലീഡിംഗ് പ്ലെയറാണ്. ROE 17%, ROCE 22.6%. ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് നോക്കിയാൽ മുൻ വർഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര മികച്ച പെർഫോമൻസ് അല്ല കമ്പനി കാഴ്ചവെച്ചത്. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 15%, പ്രോഫിറ്റ് ഗ്രോത്ത് 25%. 10,142 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിയാണ്. കടബാധ്യത തീരെയില്ല. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 18%, DASന് 27% സ്റ്റേക്ക് ഹോൾഡിംഗ്, പ്രൊമോട്ടറിന് 46% സ്റ്റേക്ക് ഹോൾഡിംഗ്, അതായത് 92% സ്റ്റേക്കുകളും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേക്കുകളാണ്. PA ഇൻഡസ്ട്രീസിൻ്റെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 3,750 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. 3,700, 3,750 തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാം. 4,000 സ്റ്റോക്കിൻ്റെ പ്രധാന ടാർഗറ്റാണ്. 3,650 രൂപയുടെയോ 3,600 രൂപയുടെയോ സ്റ്റോപ്പ് ലോസ് PA ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും അവിടെ ഒരു കൺസോളിഡേഷൻ ബ്രേക്കൗട്ടിന് സ്റ്റോക്ക് തയ്യാറെടുക്കുന്നുണ്ട്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ വ്യക്തമായ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്ന അഗ്രോ കെമിക്കൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് PA ഇൻഡസ്ട്രീസ്. രണ്ടാമത്തെ സ്റ്റോക്ക് ഇൻസെക്ടിസൈഡ്സ് ഇന്ത്യ ലിമിറ്റഡ്. സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 3% ഉയർന്ന് 816 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്കിലോ 476, 52 വീക്ക് ഹൈ 1084. ഇൻസെക്ടിസൈഡ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയും ടെക്നിക്കൽസ്, ഫോർമുലേഷൻസ് എന്നിവ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. 36-ലധികം രാജ്യങ്ങളിലേക്ക് കമ്പനി അതിൻ്റെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ROE 10%, ROCE 13%. 52 വീക്ക് ഹൈ 1085, 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭിക്കുന്നു.
3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 11%, ROE 10%-നടുത്ത്. കമ്പനി കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏകദേശം 25%-നടുത്തുള്ള ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. FISന് 4.5% സ്റ്റേക്ക് ഹോൾഡിങ്ങും DISന് 9.5%, പ്രൊമോട്ടേഴ്സിന് 72% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണുള്ളത്. ഇൻസെക്ടിസൈഡ്സ് എന്ന സ്റ്റോക്കിനെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. 650 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 1000, 1100 പോലുള്ള ടാർഗറ്റുകൾ ഇൻസെക്ടിസൈഡ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സ്റ്റോക്കിനെ 750-നും 800-നും ഇടയിൽ അക്കുമുലേറ്റ് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റോക്ക് 2 വീലർ സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയായ ഹീറോ മോട്ടോർ കോർപ്പ്. 4350 രൂപയ്ക്ക് അടുത്ത സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. 3900 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 5000 പോലുള്ള ടാർഗറ്റാണ് ഹീറോ മോട്ടോർ കോർപ്പിൽ എയിം ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.